രാഹുൽ മാങ്കൂട്ടത്തിലിന് മുൻകൂർ ജാമ്യമില്ല, പാർട്ടിയിലെ പ്രാഥമികത്തിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു. KPCC അധ്യക്ഷന്റെ വാർത്താക്കുറിപ്പും ഇറങ്ങിയിരിക്കുന്നു. KPCC അധ്യക്ഷൻ ശ്രീ രാഹുൽ മാങ്കൂട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രഖ്യാപനങ്ങൾ നടത്തിയിട്ടുണ്ട് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ആ പ്രഖ്യാപനം തീർച്ചയായിട്ടും പാർട്ടിയുടെ ഒരു തീരുമാനമെന്നുള്ള നിലയിൽ ഞങ്ങളെല്ലാവരും അതിനെ സ്വീകരിക്കുന്നുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്നും മാറ്റി നിർത്തിയതാണ്. മാറ്റി നിർത്തുക മാത്രമല്ല, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും അതുകൂടാതെ തന്നെ MLA എന്നുള്ള നിലയിലുള്ള പ്രവർത്തനങ്ങളിലും മറ്റും അതിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കണ്ട എന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് KPCC അധ്യക്ഷൻ തന്നെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ആ പാർട്ടിയിൽ നിന്നും ഈ കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ തന്നെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്ന് തന്നെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് പൂർണ്ണമായി ഞങ്ങളെല്ലാവരും സ്വീകരിക്കുകയാണ്. അതോടൊപ്പം കോൺഗ്രസ് എടുക്കുന്ന ഒരു തീരുമാനം, ആ തീരുമാനത്തിൽ യാതൊരു വെള്ളം ചേർക്കലും ഇല്ലാതെ ഞങ്ങൾ മുമ്പോട്ട് പോകും എന്ന് നിങ്ങൾ ഓരോരുത്തരെ അറിയിക്കുന്നു. അതൊക്കെ കഴിഞ്ഞല്ലേ, ഇനിയിപ്പോൾ MLA സ്ഥാനം കൈവച്ചുകൊണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അല്ല, കോൺഗ്രസ് ടിക്കറ്റിലാണ്. അത് MLA സ്ഥാനം ഇനിയിപ്പോൾ 2-3 മാസക്കാലത്തേക്കാണുള്ളത്. ജനങ്ങൾ കൊടുത്ത ഒരു തീരുമാനമാണ്. ആ തീരുമാനങ്ങൾ ഒരുപക്ഷെ അദ്ദേഹം ഈ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വയം അത് രാജിവെക്കുന്നുവെങ്കിൽ അത് ഏറ്റവും നന്നായിരിക്കും എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. വലിയ പ്രതീക്ഷയോടുകൂടി കൊണ്ടുവന്ന ഒരു യുവ നേതാവ് ഇപ്പോൾ വലിയ ദുരന്തമായി മാറിയിരിക്കുകയാണ്. കോൺഗ്രസ് വലിയ തിരിച്ചടിയാവില്ല? അല്ല, അത് സ്വാഭാവികമായി ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ച് നിങ്ങളിതൊക്കെ പറയുമ്പോഴും ഒരു ഭാഗത്ത് കോൺഗ്രസിൻ്റെ കാര്യങ്ങൾ മാത്രം നിങ്ങൾ കാണുന്നു, മറുഭാഗത്തുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ആരും ചിന്തിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് മറുഭാഗത്ത് ഇതിനെ അപ്പുറത്ത് കാര്യങ്ങൾ കാണിച്ചിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇന്നിപ്പോൾ വേണമെങ്കിൽ ഞങ്ങൾക്ക് ഒരു കമ്മീഷനെ വെക്കാമായിരുന്നു. ഒരു കമ്മീഷനെ വെച്ച് ആരെയെങ്കിലും 2-3 ആളുകളെ വെച്ചതിന് ശേഷം അന്വേഷണം നടത്തി ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഞങ്ങൾ ചെയ്തത് അങ്ങനെയല്ല. ഇത് അറിഞ്ഞു, അതിലെ കാര്യങ്ങൾ മനസ്സിലാക്കി, കോടതിയുടെ വിധി വന്നു. കോടതിയുടെ വിധി വന്നപ്പോൾ തന്നെ ഞങ്ങളുടെ അധ്യക്ഷൻ KPCCയുടെ പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് എടുത്ത ഒരു തീരുമാനം ഞങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നു. കഴിഞ്ഞ ദിവസമേ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ ജില്ലാ സെക്രട്ടറി CPMന്റെ ജില്ലാ കമ്മിറ്റി അംഗം പറഞ്ഞത് മുകേഷിൻ്റേത് തീവ്രത കുറഞ്ഞ പീഡനമാണ്, രാഹുൽ മാങ്കൂട്ടത്തിൻ്റേത് അതിതീവ്ര പീഡനമാണെന്നാണ്. അപ്പോൾ തീവ്രത അളന്നാണ് നടപടി. അല്ല, ഈ തീവ്രത എങ്ങനെയാണ് അളക്കുന്നത് എന്ന് അവരോട് ചോദിച്ചാലേ അറിയുള്ളൂ. അവരല്ലേ ഇതിൻ്റെ ആളുകൾ. തീവ്രത ഏത് തരത്തിലാണ് എന്ന് അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾക്കേ ഇതൊക്കെ പറയാൻ പറ്റത്തുള്ളൂ. ആ തീവ്രത അനുഭവിച്ചറിഞ്ഞിട്ടുള്ള ആളുകൾ ഇതുപോലെയുള്ള പ്രഖ്യാപനങ്ങൾ ഇനിയും പലയിടത്തും നടത്തും എന്ന് തന്നെ ഞാൻ കരുതുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, മറ്റു പലയിടത്തും ഉണ്ട്. ഇതേപോലെ തന്നെ നമ്മുടെ വൈപ്പിനിൽ നടന്ന സംഭവം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഓർക്കുന്നില്ല എങ്കിൽ ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അവിടെയും ഇതുപോലെ ഒരു സംഭവം ഉണ്ടായി. ആ സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞത്, പിറ്റേ ദിവസം തന്നെ ഇറങ്ങി നടന്ന് പറഞ്ഞത് ചില ബന്ധങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അവർ ക്ലാസ് എടുക്കാൻ വേണ്ടി പോയി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. ഇപ്പോൾ പത്തനംതിട്ടയിലെ ഒരു ജില്ലാ സെക്രട്ടറിയാണോ ആര്? ശരി. അപ്പോൾ മഹിളാ അസോസിയേഷൻ്റെ സെക്രട്ടറിക്ക് മാത്രമേ അതിൻ്റെ തീവ്രതയെക്കുറിച്ച് കൃത്യമായി അറിയാൻ പറ്റുള്ളൂ. അവരെ എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് തരത്തിലാണ് എന്നതിനെക്കുറിച്ച് അവർ കുറിച്ച് മറുപടി പറഞ്ഞതാണ് എന്ന് ഞാൻ കരുതുന്നു. മറ്റു പല വിഷയങ്ങളും മുക്കിക്കളയാൻ രാഹുൽ മാങ്കൂട്ടം വിഷയം CPMനെ സഹായിക്കില്ല. ഇന്നിപ്പോൾ പത്മകുമാർ മറ്റൊരു കേസിൽ അറസ്റ്റിലായി, അതുപോലും മുങ്ങിപ്പോയി. അല്ല, അത് തന്നെയാണ് ഞാനിപ്പോൾ ഇവിടെ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരോട് സംസാരിച്ചു. അത് തന്നെയാണ് ഇവിടെ ഏറ്റവും മുഖ്യമായ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വിഷയം എന്താ? ആ വിഷയം എന്ന് പറയുന്നത് ശബരിമല ഇഷ്യൂ ആണ്. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമാണ്. ആ വിഷയമെല്ലാം മുങ്ങി നിൽക്കുന്നു. ഇന്നിപ്പോൾ ഇത്
വളരെ ബോധപൂർവമായി മാർക്സിസ്റ്റ് പാർട്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കുതന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. അപ്പോൾ ആ കുതന്ത്രത്തിൻ്റെ ഭാഗം എന്നുള്ള നിലയിൽ അത് കാണുമ്പോൾ അത് എത്രമാത്രം അവർക്ക് വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നതിനെക്കുറിച്ച് ഇനിയിപ്പോൾ ഉള്ള 2-3 ദിവസക്കാലം, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് അധികം ദിവസമില്ല, 9-ാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുന്നു, 11-ാം തീയതി അടുത്ത ഘട്ടത്തിലുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പ് വരെയും യാതൊരു വിധത്തിലുള്ള ഒരു നടപടിയും ഇവിടെ ഉണ്ടാകാൻ പോകുന്നില്ല. അവിടെയാണ് ഞങ്ങൾ പറയുന്നത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ കുതന്ത്രങ്ങൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നു. ഇപ്പോഴല്ല, അത് വന്നതിൻ്റെ ഭാഗമാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇല്ലില്ല, അങ്ങനെ ഒരു തോന്നലും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അത് ഞങ്ങൾ മുതിർന്ന നേതാക്കന്മാർ ചർച്ച ചെയ്തുകൊണ്ട് തീരുമാനങ്ങൾ ഓരോ കാര്യങ്ങളും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എടുക്കാറുണ്ട്. അത് എടുക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളെ അറിയിക്കുന്നത്. പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ സാരമായിട്ട് കോൺഗ്രസിനെ ബാധിക്കില്ലേ ഈ സംഭവം? അല്ല, അതിപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരട്ടെ, അന്നേരം ഞങ്ങൾ മാസങ്ങൾ മാത്രമേ ഉള്ളൂ, 3 മാസം കഴിയുന്നുണ്ട്. അവിടെയും ഞങ്ങൾ നേരിടുമല്ലോ, തീർച്ചയായിട്ടും ഞങ്ങൾ നേരിടും. അവിടെ നേരിടുന്നവരുടെ അന്നേരം ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ജനങ്ങളുമായി കാര്യങ്ങൾ പറയും.